ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വാഗ ബോർഡറിലെത്തി. അപ്പോൾ ഞങ്ങൾ മുഖത്തൊക്കെ ഡിസൈനൊക്കെ ചെയ്തു. ഞങ്ങൾ ഇവിടെ വന്നാലേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പോക്കറ്റ് അടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടുള്ള. പാകിസ്ഥാനിൻ്റെ സൈഡിൽ വലിയ ആളും തോന്നുന്നില്ല കേട്ടോ. നമസ്കാരം. അപ്പം നിങ്ങൾ ഗോൾഡൻ ടെമ്പിൾ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പം നമ്മൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ഗോൾഡൻ ടെമ്പിൾ വന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ റൂമിൽ റെസ്റ്റ് എടുത്തു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാഗ ബോർഡർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. കാരണം എന്തോ ഒരു സൈഡിൽ എന്തോ എറർ കാണിക്കുന്നുണ്ട്. അപ്പം ഡയറക്റ്റ് പോയി ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾ നിൽക്കുന്ന ഫ്ലാറ്റാണ് കേട്ടോ. അപ്പോൾ നേരെ അവിടെ പോയിട്ട് സമയം എത്ര മണിപ്പോൾ? സമയം ഇപ്പോൾ 1 മണിയായി. 4 മണിക്കാണ് നമ്മുടെ സെറിമണി, ഇന്ത്യ പാകിസ്ഥാൻ സെറിമണി അവിടെ നടക്കുന്നത്. ഫ്രണ്ട്സ്, അമൃത്സർ ടൗണിൽ നിന്ന് വണ്ടിയും കൊണ്ട് വരിക എന്ന് പറഞ്ഞ ഒരു സർക്കസാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ നന്നായി കഷ്ടപ്പെട്ടു. എൻ്റെ അമ്മേ, ഈ റിക്ഷ മറ്റേ മറിച്ച് ആൾക്കാരെല്ലാം ഏത് റൂട്ടിനാണ് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വഴി ഇങ്ങോട്ടുണ്ടാവും, പക്ഷെ 2 വരി ഇങ്ങോട്ട് വരുന്നുണ്ടാവും. ആൾക്കാർ പോകുന്നത്, വണ്ടികൾ ഇപ്പൊ തന്നെ കണ്ടില്ല. ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറവാണ് നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ പോലെ. നമ്മള് കേരളത്തിലെ ഓട്ടോക്കാരെ അവരവരൊക്കെ കുറ്റം പറയും, അവരെങ്ങനെ ഇൻഡിക്കേറ്ററാണ് എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വന്ന് നോക്കണം ഒരു പ്രാവശ്യം. നമ്മൾ അവരൊക്കെ നമിക്കും, കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ. കാരണം ഇവര് വൺ വേ ആയിരിക്കും. ഇതിപ്പോ ഇങ്ങോട്ട് വൺ വേ ആയിരിക്കും, തിരിച്ച് 2 ലൈൻ ഇങ്ങോട്ട് വരുന്നുണ്ടാവും. അതിനിടയ്ക്ക് സ്കൂട്ടർ കുത്തിക്കയറ്റുക, നടക്കുന്നവര് എല്ലാവർക്കും ആദ്യം പോകണം. ആർക്കും വഴി കൊടുക്കില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ നമ്മൾ ഇട്ടോ, അതിൽ 10 ടൂ വീലർ അതിൽ കിട്ടും. അല്ലെങ്കിൽ ടുക്ക് ഒരു മീറ്റർ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, 1 മീറ്റർ ഉണ്ടാവില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മോർണിംഗ് ഞങ്ങൾ അമ്മൂന് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ താമസിക്കുന്ന, അതായത് പഞ്ചാബിൽ അമൃത്സറിൽ ഞങ്ങൾ താമസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോലത്തെ ഒരു ഹോസ്പിറ്റലാണ്. ഗവൺമെന്റ് ആണെന്ന് അറിയില്ല, കാരണം അവിടെ ഫീ ഒന്നുമില്ല. അപ്പോൾ അവിടെ കാണിച്ചു, മരുന്നിന് മാത്രം പൈസ കൊടുത്താൽ. അപ്പോൾ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു. കഫക്കെട്ട് മാറുന്നില്ല, കാരണം കാശ്മീരിലേക്ക് പോകുമ്പം ഇനി അമ്മക്കുട്ടിക്ക് പ്രശ്നമാവണ്ടെന്ന് കരുതി ഞങ്ങൾ വേഗം കാണിച്ചു. അപ്പോൾ മരുന്നൊക്കെ കിട്ടി, അത് കഴിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതാണ് ഞങ്ങൾ രാവിലെ എവിടെയും പോയിരുന്നു. കാരണം ഇന്നലെ രാത്രി AC ഒക്കെ ഇട്ട് കിടന്ന് വയ്യാണ്ടായിട്ടുണ്ട് രണ്ടാന്നും. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് മരുന്നൊക്കെ കുടിച്ചിട്ട്. വരുന്ന വഴിക്കെല്ലാം ഇന്ത്യന്റെ ഫ്ലാഗ്, തൊപ്പി, അതേ ഇതിൽ ഡിസൈനുള്ള തൊപ്പി. ടോളില് കുറച്ച് ചെറിയ ചെറിയ കച്ചവടക്കാർ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വിൽക്കും. നമ്മളിതുവരെ വാങ്ങിച്ചില്ല, കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് വാങ്ങിക്കാൻ നിർത്തി. അപ്പൊ നമ്മൾ എത്രയായി? ഇനി ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങള് എത്ര കാലമായിട്ട് വിചാരിക്കുന്ന സ്ഥലമാണെന്ന് അറിയാം. ഇതൊക്കെ ഇന്ത്യൻ ഫ്ലാഗ് കാണുന്ന. ഗവൺമെന്റ് പാർക്കിംഗ് ഇവിടെ ഉണ്ട്. നോക്കട്ടെ എവിടെയാണുള്ളത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വാഗ ബോർഡറിലെത്തി. അപ്പോൾ ഞങ്ങൾ മുഖത്തൊക്കെ ഡിസൈനൊക്കെ ചെയ്തു. ഞങ്ങള് അടിപൊളിയായില്ലേ? അങ്ങനെയുണ്ട്, ഒരു വലിച്ചിലുണ്ട്. അത് ഉണങ്ങി വരുമ്പോൾ നേരെ ഇനി പോട്ടെ വാഗ ബോർഡറിന്റെ അടുത്തേക്ക്. പക്ഷെ സെറിമണി 4-5 മണിക്കാട്ടോ. ഒരു 3-3:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മള് ടിക്കറ്റിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകട്ടോ. നമുക്ക് ടിക്കറ്റ് വേണോ വേണ്ടെന്ന് നമുക്ക് അറിയില്ല, കാരണം ഓൺലൈൻ നമ്മൾ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ടിക്കറ്റിന്റെ കാര്യം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ സെക്യൂരിറ്റി ഓഫീസറിൽ ചോദിച്ചു. ഓൺലൈൻ എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. 4 മണിക്ക് തുടങ്ങി. ഇപ്പം 3:10 ആയുള്ളൂ. 4 മണിക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ നല്ല ചൂടാണ് ഇവിടെ. കുറേ പേര് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്യാണ്. 4 മണിക്ക് ക്യൂ തുടങ്ങുള്ളൂ. കണ്ടോ, ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ വന്നാലേ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പോക്കറ്റ് അടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടുള്ളതാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് 1-2 പേരെ നമ്മളെ അപ്രോച്ച് ചെയ്തു. ഈ നമ്പർ മിസ്സായി, ഒന്ന് ഫോൺ ചെയ്ത് തരൂ, അതാണ് ഇതാണെന്ന് വെച്ചത്. നമ്മളതൊന്നും ഫോണൊന്നും കൊടുത്തില്ല. എന്നാലും ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ വേണ്ടി പലരും പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് കെയർഫുൾ ആണ്. ഇവിടെ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഞങ്ങൾ വന്നപ്പോഴുള്ള അവസ്ഥയല്ല കേട്ടോ. ഇപ്പം നല്ല റഷ് ആയിട്ടുണ്ട്. ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കണം. നിങ്ങൾ അപ്പുറത്ത് ക്യൂ കാണുന്നുണ്ടോ? ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻ്റ് ഉണ്ട്.
അപ്പോൾ അവിടെ ഒരു 4 മണിയാവും, 3:30 ആയിട്ടുള്ളത്. 4 മണിയാവും നമ്മുടെ ക്യൂ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് വന്നാണ്. അപ്പോൾ ഇവിടെ കുറേ പേര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഏട്ടനൊരു അബദ്ധം കിട്ടിയ കണ്ടില്ല ആ മുഖം, ഒരു ചമ്മിയ മുഖം. അറിയോ ഏട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്, ഗവൺമെൻറ് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഞങ്ങൾ അത് അവിടെ ദൂരേനെ കണ്ടുവരുന്നുണ്ട്. 700 മീറ്റർ ഏറോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് നോക്കി വരികയാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പം പൈസ കൊടുത്ത് രണ്ടും ഒരേ സൈഡിൽ തന്നെ. ലെഫ്റ്റ് സൈഡിൽ ഗവൺമെൻറ് പാർക്കിംഗ്, റൈറ്റ് സൈഡിൽ പെയ്ഡ് പാർക്കിംഗ്. അപ്പം 120 റുപ്പീസ് വെറുതെ പോയി. 3G ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും 1959 മുതൽ കണ്ടിന്യൂ ചെയ്തു വരുന്നൊരു സെറിമണിയാണ്. ഇന്ന് വരെ കണ്ടിന്യൂ ചെയ്തു വരുന്നൊരു സെറിമണിയാണിത്. വാഗാ ബോർഡറിലെ ചെറിയ ഡാൻസ്, പിന്നെ കാല് മാക്സിമം എത്രത്തോളം പൊക്കാൻ പറ്റും അത്രത്തോളം പൊക്കിയുള്ള സല്യൂട്ട് കാര്യങ്ങൾ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, സൗഹൃദം, ഇതൊക്കെ ബോണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നൊരു സെറിമണിയാണിത് വാഗാ ബോർഡറിൽ നടക്കുന്നത്. അത് ഈ ഗേറ്റിൻ്റെ അപ്പുറം പാകിസ്ഥാനാന്ന് പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നമുക്ക് നേരിട്ട് കാണാമല്ലോ. നമ്മൾ ഇതൊക്കെ വീഡിയോയിലൂടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഗേറ്റിനുള്ളിൽ കയറാൻ പോവുകയാണ്. നമ്മളപ്പം ഗേറ്റ് വഴി ഉള്ളിൽ കയറി. അപ്പോൾ നേരെ ഇനി ഗാലറിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലൊക്കെ ഐസ്ക്രീം കണ്ടില്ലേ, ഐസ്ക്രീം അതുപോലെ പല സാധനങ്ങളും ഇവിടെ കിട്ടും. മിഷറി കിട്ടും. മിഷറി വേണോ? മിഷറി വളരെ നല്ലതാണ്. നല്ല ചൂടാണ് ഇതിനകത്ത് കേട്ടോ. ഉള്ളിൽ പുറത്തുള്ളതിനെക്കാട്ടും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൂടുതലുണ്ട്. നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് എൻ്റർ ചെയ്തേ, നല്ല തിരക്കാണെന്ന്. ഫുള്ളാണ് ഈ സ്റ്റേഡിയം. സെറിമണി ഇപ്പോൾ തുടങ്ങും, പക്ഷേ ഭയങ്കര ചൂടാണ്, നല്ല വെയിലാണ്, അത്രയും റഷാണ്. പാകിസ്ഥാനിൻ്റെ സൈഡിൽ വലിയ ആളും ബഹളമൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ വല്ല എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അവിടെ വലിയ ആളും ബഹളമൊന്നും കാണുന്നില്ല. അങ്ങനെ നമ്മള് വാഗാ ബോർഡറൊക്കെ കണ്ടു. അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. സമയം ഏകദേശം 6:50.
ഇനി ഞങ്ങൾ പോയ കൊലോ നല്ല കൊലോ കണ്ടില്ലേ, നല്ല ചൂടായിരുന്നു, നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ പക്ഷെ ഒരു ഇന്ത്യൻ എന്ന രീതിയിൽ കാണാൻ മാത്രമുണ്ട് വാഗാ ബോർഡർ പഞ്ചാബില്. കൊള്ളാത്ത ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മ തീരെ വെയിൽ കൊള്ളൂല, കാരണം വെയിലൊന്നും കൊടയൊക്കെ ചൂടി പോകും. എത്ര കൊല്ലങ്ങളായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന് കൊട എടുക്കാൻ മറന്നുപോയി വണ്ടിയൊന്നും. പക്ഷെ സെറിമണി അടിപൊളി. ആ സെറിമണി കാണാൻ മാത്രം ഉണ്ട്. ഞങ്ങൾ പോയത് വെറുതെ ആയില്ല, കാണാൻ മാത്രം ഉണ്ട്. പിന്നെന്താ, പാകിസ്ഥാന്റെ സൈഡില് പ്രത്യേകിച്ച് ആരുമില്ല. അവിടെ ചെറിയ പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യക്കാരെ കൊണ്ടൊരു രക്ഷയില്ല, പൊള്ളിയാണ്, അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി ഞങ്ങളുടെ റൂമിലേക്ക് ഒരു 17 കിലോമീറ്റർ ഉണ്ട് അല്ലെ, ഇത്ര 23 കിലോമീറ്റർ ഉണ്ട് റൂമിലേക്ക്. ഞങ്ങൾ ഇന്നലെ എടുത്ത അതേ റൂമാണ്, 2 ദിവസത്തേക്ക് എടുത്താണ്. അപ്പം കാശ്മീർ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കാണാം. അപ്പം പഴയ മുമ്പുള്ള വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പം എന്താണ്, ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.